ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷിൽ ഈ ബീൻ എന്ന വാക്ക് എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. 3 രീതിയിലാണ് ഈ ബീൻ എന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതേതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണൂ. ബീൻ്റെ ഉപയോഗം ഇന്നത്തെ ലെസനോടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ മറക്കരുത്, പതിവ് പോലെ ഈ ലെസൻ്റെ അവസാനം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട്, അതുകൂടി ആൻസർ ചെയ്യണം കേട്ടോ. ബീൻ്റെ ആദ്യത്തെ യൂസാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, പെർഫെക്റ്റ് ടെൻസസിൻ്റെ കൂടെ ബീൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ന്യായമായിട്ടും ചോദ്യം വരും, എന്താണ് ഈ പെർഫെക്റ്റ് ടെൻസസ് എന്ന്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. മലയാളത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടോ പറയുന്നത്, 2002 മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ 2002 ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 2022 ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനത് ഇവിടെ ഒരു ടൈം ലൈനിൽ ഇങ്ങനെ കാണിക്കുകയാണ്. 2002 ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് ദെൻ, അല്ലേ? 2022 അതായത് ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. ഐ എം സ്റ്റിൽ ടീച്ചിങ് ഇംഗ്ലീഷ് നൗ. അപ്പോൾ ഇത് രണ്ടും സത്യമാണെന്നുള്ള സ്ഥിതിക്ക് എനിക്ക് ഈ കാര്യം ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് 2002. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അന്ന് തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. ഇവിടെ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചല്ലോ, ഐ ഹാവ് ബീൻ ടീച്ചിങ്. അവിടെ ബീൻ വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞങ്ങൾ ഈ നഗരത്തിൽ 2012 മുതൽ ജീവിക്കുകയാണ്, അതായത് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് സിറ്റി സിൻസ് 2012. കണ്ടോ പറഞ്ഞത് വി ഹാവ് ബീൻ ലിവിങ് എന്ന് പറഞ്ഞു. എന്നിട്ട് 2012 മുതലാണല്ലോ ഇവിടെ കഴിയാൻ തുടങ്ങിയത്, അതുകൊണ്ടാണ് സിൻസ് 2012 ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ 2022 10 കൊല്ലമായി ഇവിടെ ഞങ്ങൾ കഴിയുന്നത്, അല്ലേ? അതെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദി സിറ്റി ഫോർ 10 years എന്ന്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴാണെന്നുള്ളതാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ സിൻസ് എന്ന് ഉപയോഗിക്കും. ഇനി എത്ര കാലമായി ഈ പ്രവൃത്തി നടക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു കാലയളവ്, ആ ആക്ഷൻ നടക്കുന്നതിൻ്റെ പീരിയഡാണ് പറയുന്നതെങ്കിൽ നമ്മൾ 4 എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി എന്നുള്ളത് അവിടെ പറയും. അതാണ് ഇവിടെ 10 years എന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരിക്കലും വി ഹാവ് ബീൻ എന്ന് പറയില്ല, ചുരുക്കി ഷോർട്ടൻ ചെയ്ത് വി ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഞാനിവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. വി WE കഴിഞ്ഞ് അപ്പോസ്ട്രഫി ഇട്ട് ഹാവ് എന്നുള്ളത് ചുരുക്കി VE മാത്രം എഴുതിയിരിക്കുകയാണ്. വി ഹാവ് ബീൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ, കുറേ സമയമായി അവരിവിടെ കാത്തു നിൽക്കുന്നു. ഇംഗ്ലീഷിൽ ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം. എപ്പോൾ തുടങ്ങിയാൽ കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, കുറേ സമയമായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഫോർ എ ലോങ് ടൈം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, നമ്മൾ ദേ എന്ന് പറഞ്ഞാണ് സെൻറ്റൻസ് തുടങ്ങിയത്. എന്താ പറഞ്ഞത്? ദേ ഹാവ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുന്നത് ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലൂറൽ സബ്ജക്റ്റ്, ഒന്നിൽ കൂടുതൽ പേരെ പറ്റിയാണെങ്കിൽ അവിടെ നമ്മൾ പറയുക ഹാവ് ബീൻ കൂടെ വേർബിൻ്റെ ING ഫോം. അതാണ് നമ്മൾ ഈ കണ്ടത്, ദേ ഹാവ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ ഇപ്പോൾ കണ്ട സെൻറ്റൻസസിലെല്ലാം നമ്മൾ ഒന്നിലധികം പേരെ പറ്റിയാണ് പറഞ്ഞത്, അല്ലേ? ഇനി ഒരാളെ പറ്റി, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എങ്ങനെയാണ് സെൻറ്റൻസസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അയാൾ കഴിഞ്ഞ വർഷം തുടങ്ങി ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ, ഹീ ഹാസ് ബീൻ വർക്കിംഗ് വിത്ത് അസ് സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം തുടങ്ങി, അന്ന് തൊട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സിൻസ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞത്. പറഞ്ഞത് അയാളെ പറ്റിയാണ്, ഒരാൾ, ഹീ. അതുകൊണ്ട് ഹീ ഹാസ് ബീൻ വർക്കിംഗ് വിത്ത് അസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഹീ ഹാസ് എന്നുള്ളത് നമുക്ക് ചുരുക്കി ഹിസ് എന്ന് പറയാം. ഇനി മറ്റൊരു സെൻറ്റൻസ്, 5 വർഷമായി റിയ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. റിയ ഹാസ് ബീൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരാളെ പറ്റി, റിയയെ പറ്റിയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ബീൻ എന്ന് പറഞ്ഞത്. പക്ഷേ റിയ എന്നാണ്, ഒരു പേരാണ് വന്നിരിക്കുന്നത്, ഹീ ഷീ ഒന്നുമല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് റിയ കഴിഞ്ഞിട്ട് ആ ഹാസ് എന്നുള്ളത് ഷോർട്ടൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു പേരാണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ഹാസ് എന്ന് തന്നെ നമ്മൾ പറയും. അതുകൊണ്ടാണ് റിയ ഹാസ് ബീൻ എന്ന് നമ്മൾ തെളിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയല്ലോ, നമ്മൾ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ വരുന്നത് ഹാസ് ബീൻ
പിന്നെ വേർബിൻ്റെ ING ഫോം. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ബീൻ ഇവിടെ ഉപയോഗിച്ചതെന്ന്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ 1-2 എക്സാമ്പിൾസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കാണാമല്ലോ. I have been teaching English since 2002. Ria has been studying English for 5 years. അപ്പോൾ കണ്ടല്ലോ, I കഴിഞ്ഞ have been പിന്നെ വേർബിൻ്റെ ING ഫോം വന്നു. റിയ ഒരാളെ ഉള്ളൂ അവിടെ. അത് കഴിഞ്ഞ് has been പിന്നെ വേർബിൻ്റെ ING ഫോം വന്നു. അപ്പോൾ ഇങ്ങനെ വേർബ് വരുമ്പോൾ has അല്ലെങ്കിൽ have പിന്നെ been പിന്നെ വേർബിൻ്റെ ING ഫോം ഇങ്ങനെ വരുമ്പോൾ അതിനൊരു പേരുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ ബീൻ വന്നു. കണ്ടിന്യൂസ് എന്ന് പറയാൻ കാരണം അവിടെ വേർബിൻ്റെ ING ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, എപ്പോഴും ഇങ്ങനെ ബീൻ വരുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് ബീൻ പിന്നെ ING ഫോം ആ ഒരു കണ്ടിന്യൂസ് ഫോമിൽ മാത്രമേ നമ്മളിങ്ങനെ ബീൻ യൂസ് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെയല്ല. അതിനുള്ള എക്സാമ്പിൾ ഞാൻ ഇനി കാണിക്കാം. നമ്മൾ തൊട്ട് മുൻപേ കണ്ട സെൻറ്റൻസ് ഞാനിവിടെ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. I have been teaching since 2002. പക്ഷേ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. I have been a teacher since 2002. പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യമാണ്, പക്ഷെ പറഞ്ഞ രീതി വ്യത്യസ്തമാണ്. ആദ്യം I have been കഴിഞ്ഞിട്ട് ആ വേർബിൻ്റെ ING ഫോം കണ്ടല്ലോ നിങ്ങൾ. പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസിൽ നോക്കൂ, I have been കഴിഞ്ഞ് വന്നിരിക്കുന്നത് a teacher എന്ന വാക്കാണ്. അതായത് ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ ആയിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ഞാൻ 2002 മുതൽ ഒരു ടീച്ചറാണ് എന്ന് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്, പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല. വേർബിൻ്റെ ING ഫോം വന്നിട്ടില്ല. അപ്പോൾ ഹാവ് ബീൻ മാത്രമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. എപ്പോഴാണിത് പറയുന്നത്? നമ്മൾ അവിടെ ഒരു പ്രവൃത്തിയെ പറ്റിയല്ല, ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഹാവ് ബീൻ മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇനി എക്സാമ്പിൾ കാണിക്കാം. നോക്കൂ, ഷീ ഹാസ് ബീൻ ബിസി ദ ഹോൾ ഡേ. ദിവസം മുഴുവനും അവൾ തിരക്കിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന കാര്യം ഇവിടെ പറയുന്നില്ല, തിരക്കിലായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഷീ ഹാസ് ബീൻ ബിസി എന്ന് ഞാൻ പറഞ്ഞത്. അടുത്തത് നോക്കൂ, ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ അവർ സുഹൃത്തുക്കളാണ്. അപ്പോൾ സുഹൃത്തുക്കളായിരിക്കുക എന്നൊരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദേ ഹാവ് ബീൻ കഴിഞ്ഞ് ഫ്രണ്ട്സ് എന്ന വാക്ക് വന്നത്. ദേ ഹാവ് ബീൻ കഴിഞ്ഞൊരു വേർബല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ബീൻ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് മാത്രമാണ്, കണ്ടിന്യൂസ് ഫോം അല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു ബീൻ എന്നത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസസിൻ്റെ കൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ലേ? തീർച്ചയായും സാധിക്കും. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇംഗ്ലീഷിൽ സെൻറ്റൻസ് നോക്കൂട്ടോ. ഹി ഹാഡ് ബീൻ വർക്കിംഗ് വിത്ത് അസ് ഫോർ 2 years വെൻ ഹി ഗോട്ട് എ പ്രൊമോഷൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അയാൾ ഞങ്ങളുടെ കൂടെ 2 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ സംഭവിച്ചത് അയാൾക്ക് ജോലി കയറ്റം ലഭിച്ചു. ഇത് രണ്ടും പാസ്റ്റിൽ നടന്നതാണ്. ഇതിലാദ്യം നടന്ന കാര്യം കുറച്ച് കാലമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെപ്പറ്റി പറയാനാണ് നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചത്. ഹാഡ് ബീൻ വർക്കിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയും കണ്ടല്ലോ ബീൻ ഉപയോഗിച്ചു. പിന്നെ ഒരു കാര്യം, ഹി ഹാഡ് ബീൻ എന്നുള്ളത് നമുക്ക് ചുരുക്കി ഹീഡ് ബീൻ എന്ന് പറയാം കേട്ടോ. ഒരു സെൻറ്റൻസ് കൂടി എടുക്കാം. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours when the bus finally arrived. അപ്പോൾ പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ 2 മണിക്കൂറായിട്ട് കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ബസ് വന്നു. അപ്പോൾ ആദ്യം നടന്നത് എന്താണ്? കാത്തു നിൽക്കൽ. അത് കുറച്ച് നേരമായിട്ട് നടന്നൊരു കാര്യമാണ്. 2 മണിക്കൂറാണ് കാത്തു നിന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞത്. കണ്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. ഇവിടെയും ബീൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് സെൻറ്റൻസ് വരുന്നതെങ്കിൽ അവിടെ സബ്ജക്റ്റ് ഒരാളാണെങ്കിലും ഒന്നിലധികം പേരാണെങ്കിലും ഹാഡ് എന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞത് ഹി ഹാഡ് ബീൻ വർക്കിംഗ് എന്നാണ്. ഹി ഹാഡ് ബീൻ. രണ്ടാമത്തേൽ പറഞ്ഞത് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്നാണ്. അപ്പോൾ ഹി ആണെങ്കിലും ഐ ആണെങ്കിലും ഹാഡ് ബീൻ എന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ബീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂസാണ്. ഈ പെർഫെക്റ്റ് ടെൻസസിൽ എങ്ങനെയാണ് ബീൻ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബീൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ്. പദം ഞാൻ ഒറ്റ വാക്കിൽ പറയാം. സെൻറ്റൻസ് പാസീവ് വോയിസിലാണെങ്കിൽ നമുക്ക് പലപ്പോഴും ബീൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും.
പറയാൻ എത്ര എളുപ്പമല്ലേ? എന്താണ് പാസീവ് വോയിസ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ സംശയം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഈ പറയാൻ പോകുന്ന എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അവർ മിനിയെ ജോലിക്കായി തിരഞ്ഞെടുത്തു. ഇംഗ്ലീഷിൽ ദേ സിലെക്റ്റഡ് മിനി ഫോർ ദ ജോബ്. അപ്പോൾ ഇവിടെ ആരാണ് ജോലി ചെയ്യുന്നത്? അവർ, ദേ, അതാണ് സബ്ജക്റ്റ്. അവരെന്താ ചെയ്തേ? സിലെക്റ്റ് ചെയ്തു, തിരഞ്ഞെടുത്തു, അതാണ് വേർബ്. ആരെയാണ് സിലെക്റ്റ് ചെയ്തത്? മിനിയെ, അതാണ് ഒബ്ജക്റ്റ്. മിനി എന്നതാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഈ ജോലി ചെയ്തത് ആരാണോ അവർക്കാണ് ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്നത്. ദേ എന്നുള്ളതിനാണ് പ്രാധാന്യം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുക ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ് എന്നാണ്. പക്ഷെ ഇതേ കാര്യം ഞാൻ ഇനി ഒന്ന് മാറ്റി പറയാൻ പോവാണ്. മിനി ജോലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന ഇങ്ങനെയാണ്, മിനി വാസ് സിലെക്റ്റഡ് ഫോർ ദ ജോബ്. കണ്ടോ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ മിനി എന്നത് ഒബ്ജക്റ്റ് ആയിരുന്നു അല്ലേ? പക്ഷേ രണ്ടാമത് വന്നിരിക്കുന്നത് നോക്കൂ, മിനിയാണ് സബ്ജക്റ്റ് ആയിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? മിനി വാസ് സിലെക്റ്റഡ് ഫോർ ദ ജോബ്. മലയാളത്തിൽ പറഞ്ഞില്ലേ മിനി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന്? അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സെൻറ്റൻസ് പാസീവ് വോയിസിലാണെന്നാണ് നമ്മൾ പറയുക. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ പ്രവൃത്തി ചെയ്തത് ആരാണെന്നുള്ളത് ഒട്ടും പ്രധാനപ്പെട്ട കാര്യമല്ല. തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിനാണ് പ്രാധാന്യം കൂടുതൽ. ഞാനൊരു എക്സാമ്പിളോട് പറയാം. പോലീസ് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ ദ പോലീസ് അറസ്റ്റഡ് ദ തീവ്സ്. ഇത് ആക്റ്റീവ് വോയിസിലാണ്. പാസീവിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ. മോഷ്ടാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. ദ തീവ്സ് വേർ അറസ്റ്റഡ് ബൈ ദ പോലീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ അതിന് പ്രാധാന്യമില്ല, പോലീസായിരിക്കുമല്ലോ അവർ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ക്രിയയ്ക്കാണ്, ആ ഒരു ആക്ഷനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ ഈ പാസീവ് വോയിസിൽ തന്ന 2 സെൻറ്റൻസസിലും ബീൻ വന്നിട്ടില്ലല്ലോ എന്ന്. നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ സെൻറ്റൻസ് കുറച്ച് വ്യത്യാസപ്പെടുത്തി ഇപ്പോൾ പറയാം കേട്ടോ. ഞാൻ അപ്പോൾ പറഞ്ഞു അവർ വിദ്യയെ സിലെക്റ്റ് ചെയ്തു എന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അവർ വിദ്യയെ സിലെക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയാം? ദേ ഹാവ് സിലെക്റ്റഡ് വിദ്യ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. ദേ ഹാവ് സിലെക്റ്റഡ് വിദ്യ. ഇത് ആക്റ്റീവ് വോയിസിലാണ്. ഞാനിത് പാസീവ് ആക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറയുക വിദ്യ ഹാസ് ബീൻ സിലെക്റ്റഡ് എന്നാണ്. അപ്പോൾ സെൻറ്റൻസ് ആദ്യം കണ്ടല്ലോ, ദേ ഹാവ് സിലെക്റ്റഡ്. അവിടെ ഹാവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, വിദ്യ ഹാസ് ബീൻ സിലെക്റ്റഡ്. കാരണം വിദ്യ എന്നതാണ് ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റായി വന്നിരിക്കുന്നത്. വിദ്യ ഒരാളാണ്. അതുകൊണ്ട് ആദ്യത്തെ ആക്റ്റീവ് വോയിസിൽ വന്ന സെൻറ്റൻസിൽ ഹാവ് എന്നാണ് പറഞ്ഞതെങ്കിലും ഇവിടെ നമ്മൾ ഹാവ് പറയേണ്ടതില്ല. വിദ്യ ഒരാളായതുകൊണ്ട് വിദ്യ ഹാസ് ബീൻ സിലെക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യാസം കണ്ടോ? പാസീവ് വോയിസ് വന്നപ്പോൾ നമ്മളവിടെ ബീൻ ചേർത്തു. വിദ്യ ഹാസ് ബീൻ സിലെക്റ്റഡ്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിലാണ് സെൻറ്റൻസ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് അവിടെ ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് പാസീവ് വോയിസ് ആക്കുമ്പോൾ നമ്മൾ ബീൻ ചേർത്തേ പറ്റൂ. മറ്റൊന്ന്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഐ ഹാവ് അപ്ലോഡഡ് ദ വീഡിയോ. ഇവിടെ വീഡിയോ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അത് പാസീവ് വോയിസ് ആക്കുമ്പോൾ സബ്ജക്റ്റായി മാറും. എന്താ പറയുക? ദ വീഡിയോ ഹാസ് ബീൻ അപ്ലോഡഡ്. കണ്ടോ? വീഡിയോ ഒന്നേ ഉള്ളൂ, വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടില്ല. ദ വീഡിയോ ഹാസ് ബീൻ അപ്ലോഡഡ്. ബീൻ അവിടെയും വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വന്ന സെൻറ്റൻസസ് ആയിരുന്നു. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഒന്ന് നോക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ. അയാൾ റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുൻപ് സബ്മിറ്റ് ചെയ്തിരുന്നു. ഹി ഹാഡ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ബിഫോർ നൂൺ. ഹി ഹാഡ് സബ്മിറ്റഡ്. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസിലാണ് കേട്ടോ. പാസീവ് വോയിസിലാക്കണം. ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് എന്ന് മനസ്സിലായോ? ഹി ഹാഡ് സബ്മിറ്റഡ് വാട്ട്? എന്താണ് സബ്മിറ്റ് ചെയ്തത്? ദ റിപ്പോർട്ട്. ദ റിപ്പോർട്ട് ഹാഡ് ബീൻ സബ്മിറ്റഡ് ബൈ ഹിം ബിഫോർ നൂൺ. ദ റിപ്പോർട്ട് ഹാഡ് ബീൻ സബ്മിറ്റഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ഒരു സെൻറ്റൻസ് ഇവിടെ നോക്കാം. അതിഥികൾ എത്തിയപ്പോഴേക്കും അവരെല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ഇംഗ്ലീഷിൽ ദേ ഹാഡ് മെയ്ഡ് ഓൾ അറേഞ്ച്മെൻറ്റ്സ് ബൈ ദ ടൈം ദ ഗെസ്റ്റ് അറൈവ്ഡ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കൂ. ദേ ഹാഡ് മെയ്ഡ് ഓൾ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ഇത് പാസീവ് വോയിസ് ആക്കുമ്പോൾ ഓൾ അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ആദ്യം സബ്ജക്റ്റായിട്ട് വരിക. വരുന്നത് ഇങ്ങനെയാണ്, ഓൾ അറേഞ്ച്മെൻറ്റ്സ് ഹാഡ് ബീൻ മെയ്ഡ് ബൈ ദ ടൈം ദ ഗെസ്റ്റ് അറൈവ്ഡ്. കണ്ടോ? ഇപ്പം നിങ്ങൾ കണ്ടത് ബീൻ്റെ രണ്ടാമത്തെ യൂസാണ്. പാസീവ് വോയിസിലൊരു സെൻറ്റൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബീൻ ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി കാണാൻ പോകുന്നത്
ബീൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ്. നമ്മൾ ഈ ലൈഫ് എക്സ്പീരിയൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ട്രാവലുമായി ബന്ധപ്പെട്ട്, അതായത് എവിടെയെങ്കിലും യാത്ര ചെയ്തതുമായി അല്ലെങ്കിൽ എവിടെയെങ്കിലും സന്ദർശിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ബീൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. മലയാളത്തിലെ സെൻറ്റൻസ് ഇതാണ്: ഞാൻ ദുബായിൽ പലതവണ പോയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് ബീൻ ടു ദുബായ് മെനി ടൈംസ്. പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയി തിരിച്ചെത്തി എന്നാണ്. അപ്പോൾ അവിടെ ഒരു ജീവിതത്തിലുണ്ടായൊരു അനുഭവത്തെക്കുറിച്ച്, പാസ്റ്റിലുണ്ടായൊരു അനുഭവത്തെക്കുറിച്ച്, യാത്രയുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഗോ അല്ലെങ്കിൽ വെൻറ്റ് എന്നൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. നമ്മൾ പറയുന്നത് ഐ ഹാവ് ബീൻ ടു ദുബായ് മെനി ടൈംസ് എന്നാണ്. അവൾ 2 തവണ ഫ്രാൻസിൽ പോയിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ ടു ഫ്രാൻസ് ട്വൈസ്. ഷീ ആണ്, ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഷീ ഹാസ് ബീൻ ടു ഫ്രാൻസ് ട്വൈസ്. അതുപോലെ ആരോടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുമ്പോഴും നമുക്ക് ബീൻ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ ഓസ്ട്രിയയിൽ പോയിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ ഹാവ് യു ബീൻ ടു ഓസ്ട്രിയ? ഹാവ് യു ബീൻ ടു ഓസ്ട്രിയ എന്നാണ് ചോദിച്ചത്. ഞാനിവിടെ ഒരിക്കലും പോയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ യെസ് ഐ ഹവ് ബീൻ ദേ വൺസ്. യെസ് ഐ ഹവ് ബീൻ ദേ വൺസ്. ഇനി ഞാനിവിടെ പോയിട്ടില്ല എന്നാണെങ്കിലോ? നോ ഐ ഹാവൻ ബീൻ ടു ഓസ്ട്രിയ. ഐ ഹാവൻറ്റ് ബീൻ ടു ഓസ്ട്രിയ. ഇനി ചോദ്യം ഇങ്ങനെയാണെങ്കിലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഓസ്ട്രിയയിൽ പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ബീൻ ടു ഓസ്ട്രിയ എന്നാവും ചോദ്യം. അപ്പോൾ ഉത്തരം ഞാനിവിടെ ഒരിക്കലും പോയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഐ ഹാവ് നെവർ ബീൻ ടു ഓസ്ട്രിയ എന്ന് പറയും. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഫ്രാൻസിൽ പോയിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ് എന്ന് പറയാം. പക്ഷേ എപ്പോഴാണ് പോയത് എന്ന് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഹാവ് ബീൻ ചേർത്ത് പറയരുത്. അതായത് ഐ ഹാവ് ബീൻ ടു ഫ്രാൻസ് ഇൻ 2016 എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ സമയം എപ്പോഴാണ് പോയത് എന്നുള്ളത് എടുത്ത് പറയണമെങ്കിൽ ഐ വെൻറ്റ് ടു ഫ്രാൻസ് ഇൻ 2016 എന്ന് പറയാം. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിക്കാം. അങ്ങനെ ബീൻ്റെ 3 യൂസസും നമ്മൾ മനസ്സിലാക്കി. 1, പെർഫെക്റ്റ് ടെൻസസിൻ്റെ കൂടെയാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യാറുള്ളത്. 2, ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ബീൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. 3, യാത്രയുമായി ബന്ധപ്പെട്ട ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിതുപോലെ ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ലെസനെ ബേസ് ചെയ്ത് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ തരികയാണ്. നിങ്ങൾ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യും കേട്ടോ. ആദ്യത്തത്: ഞാൻ ഒരിക്കലും ജയ്പൂരിൽ പോയിട്ടില്ല. ഐ സ്പേസ് ജയ്പൂർ. ഹാസ് നെവർ ബീൻ, ഹാവ് നെവർ ബീൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് സ്പേസ് റെയിനിങ് സിൻസ് ദിസ് മോർണിംഗ്. ഹാസ് ബീൻ, ഹാഡ് ബീൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഞങ്ങൾ പാർട്ടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. വി സ്പേസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഹാസ് ബീൻ, ഹാവ് ബീൻ. 3 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് ചൂസ് ചെയ്യൂ, കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടോപ്പിക്സുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.